സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക. ഹരേ കൃഷ്ണ. ഇന്നത്തെ വിഷയം വൈശാഖമാസ പ്രാധാന്യം. വൈശാഖ പുണ്യകാലം ഈശ്വരാരാധനയ്ക്ക്, വിശിഷ്യ വിഷ്ണു ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘം, വൈശാഖം, കാർത്തികം എന്നിവ. ഈ 3 മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖം. മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാലാണ് മാധവമാസം എന്നും വൈശാഖമാസം അറിയപ്പെടുന്നത്. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മീദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ എല്ലാ ദിവസങ്ങളും പുണ്യദിവസങ്ങളാണ്. ഈ മാസത്തിൽ സ്നാനം, ദാനം, തപം, ഹോമം, ദേവാർച്ചന തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വൈശാഖത്തിലെ സ്നാനം, ദാനം, വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മ, സ്കന്ദപുരാണങ്ങളിൽ കാണാൻ സാധിക്കും. വൈശാഖ മാസത്തില് പ്രഭാതസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മഹാവിഷ്ണുപ്രീതി നേടാനാണ് വൈശാഖ സ്നാനത്തിന് തുല്യമായ മറ്റ് പുണ്യകർമ്മങ്ങളില്ല. വൈശാഖ മാസത്തില് ത്രിലോകങ്ങളിലുമുള്ള സർവ്വ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാകും എന്നതിനാലാണ് പ്രാതസ്നാനം അതിമഹത്തമായിട്ട് തീർത്ഥസ്നാനമായിട്ടുള്ള ഫലം തരുന്നു എന്ന് പറയുന്നത്. പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഇത് പറയുന്നുണ്ട്. ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസവും വൈശാഖമാണ്. വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന പതിതർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർപന്തലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും, യാത്രികർക്ക് കുട, ചെരുപ്പ്, വിശറി, ആഹാരം, കിടക്ക, പുതപ്പ്, തണുപ്പ് നൽകുന്ന കർപ്പൂരം, ചന്ദനം, ഗോരോചനം, കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദാനമായിട്ട് കരുതപ്പെടുന്നു. വേനൽക്കാലമാണ് വൈശാഖ മാസം. ഗ്രീഷ്മ ഋതുവിൽ വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല, ഛത്ര, പാദുക, വ്യഞ്ജന, അന്നദാനങ്ങളാണല്ലോ. ഇത് മനസ്സിലാക്കിയാണ് വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വൈശാഖ മാസം കേരളത്തിലും ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ പുണ്യകാലം ആചരിക്കുന്ന പതിവുണ്ട്. സ്കന്ദപുരാണത്തിലെ വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി. ഭാഗവത പാരായണം, സപ്താഹം, വിഷ്ണുപുരാണ പാരായണം, നിള, പെരിയാറ്, പമ്പ തുടങ്ങിയ നദികളിൽ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം, ശ്രാദ്ധം, തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും നടത്തിവരുന്നു. വൈശാഖ മാസത്തിൽ ചക്കയും മാങ്ങയും എല്ലാം സമൃദ്ധമായ ഈ മാസത്തിൽ അവ വഴിയാത്രക്കാർക്കും മറ്റ് ആവശ്യക്കാർക്കും ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെടുന്നു. തണ്ണീർപന്തലുകളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജലവും സംഭാരവും പാതേയവും നൽകി യാത്രികരെ സമാശ്വസിപ്പിച്ചു പോകുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമജപം, ദാനം എന്നിവ വിധിപ്രകാരം അനുഷ്ഠിച്ചിരിക്കുന്ന അങ്ങനെയുള്ള പുണ്യശാലികൾ ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. വൈശാഖ മാസം മുഴുവനും വിഷ്ണുവിനെ പൂജിച്ചാൽ 1 വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും. പ്രാതസ്നാനവും ജപവും ചെയ്ത് വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസാദികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കേണ്ടതാണ്. വൈശാഖ മാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നും ഈ മാസത്തിന്റെ മാഹാത്മ്യം എടുത്തു കാട്ടുന്നതാണ്. അതിനാൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷയതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്ക് നടന്നതാണെന്ന് പുരാണങ്ങൾ പറയുന്നത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി വിഷ്ണുനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ,
ജപിക്കുക, ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ്. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാസക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് കാണാറുള്ളത്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖമാസം പുണ്യകാലമായിട്ട് തന്നെയാണ് ആചരിക്കുന്നത്. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവിട്ടതാകും. 108 തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. 2 സന്ധ്യകൾക്കും 108 തവണ ഈ കലിയുഗ മഹാമന്ത്രം ജപിക്കാവുന്നതാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത്. അങ്ങനെയുള്ള ഈ നാമം വൈശാഖ മാസത്തിൽ ജപിക്കേണ്ടതായിട്ടുണ്ട്. ആ കലിദോഷ നിവാരണ മന്ത്രം ഇതാണ്: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.